ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമീൻ. ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമല്ല കേട്ടോ. അത് മനസ്സിലാക്കുന്നവൻ ലോകത്തിൽ രക്ഷപ്പെടും കേട്ടോ. മതപരമായിട്ട് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ യേശു ക്രിസ്തു ആരാന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ദൈവം യേശുവിനെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാക്കി വെച്ചേക്കണേ. അത് പഠിക്കുന്നവൻ ലോകത്തിൽ ജയാളിയാവും. അവനേ ലോകത്തിൽ ജയിക്കുള്ളൂ. യേശു ക്രിസ്തു ആണ് വഴി കാണിക്കാൻ വന്നേക്കണേ. എങ്ങനെയെങ്കിലും നമ്മൾ വന്നെടുത്തിട്ട് പോകണ്ടേ. ഇവിടെ കിടന്ന് കണ്ണും കാണാൻ പാടില്ലാണ്ട് എന്ന് വെച്ചാൽ കാഴ്ചയുടെ കാര്യമല്ല പറഞ്ഞത്. ലോകമോഹങ്ങളിൽ പെട്ട് വട്ടം ചുറ്റിയിരിക്കണം. നമ്മളെ എല്ലാവരെയും തിരിച്ച് എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതി പറയാൻ വേണ്ടി വന്ന യേശുപ്പനെ എന്താണെന്ന് പഠിക്കണം. ആ ദൈവരാജ്യത്തിലാകണം. അല്ല അസ്വസ്ഥയും ടെൻഷനാണോ. നിങ്ങൾ ഓർക്കുക, യേശു ക്രിസ്തുവിൻ്റെ വില മനസ്സിലാക്കിയില്ല. നമ്മൾ ആ ദൈവരാജ്യത്തിലായില്ല. അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. എന്തിനാണ് യേശു വന്നേ? ആ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലാകാൻ പറ്റുമോ നമുക്ക് ഓരോരുത്തർക്കും? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ലോകം മഹാ അത്ഭുതമായ യേശു ക്രിസ്തുവിനെ ചിന്തിക്കാത്തവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവനായിരിക്കും ലോകത്തിലെ പമ്പര വെട്ടി. ഒരു ജന്മം വന്നു, ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായിട്ട് ദൈവം കാണാൻ പാകത്തിന് വെച്ചിട്ട് യേശു ആരാന്നറിയാണ്ട് പമ്പര വെട്ടിയായിട്ട് ആർക്കും വേണ്ടാണ്ട് മരിക്കുകയുള്ളൂ. യേശുവിനെ അറിയാത്തവൻ്റെ ജീവിതം അങ്ങനെയാകും. ഇത് ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഇത്രയും കാലം പറഞ്ഞ എല്ലാ കാര്യവും സത്യമായിട്ടുണ്ട്. ഇനി എങ്ങാനും യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ മുമ്പിട്ട് ചെന്ന് ചാർന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെയാണേ വരുവുള്ളൂ. ഇനി അല്ലെങ്കിലും നമ്മൾ യേശു എന്ന് പറഞ്ഞ സ്നേഹം, അല്ലാണ്ട് ആ താടിയും ഇതൊക്കെ വരച്ച ഒരു സങ്കല്പം, അങ്ങനെ ഒരാളെ ഇരുത്തി വരച്ചേക്കണ പാടാം. അല്ലാണ്ട് യേശു അങ്ങനെയാണ് ഇരിക്കണതെന്ന് ആർക്കറിയാം? യേശു എന്ന് പറഞ്ഞ വചനം 1 പത്രോസ് 1:16 പറയുക, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമ്മളെ വിശുദ്ധരാക്കാനാണ് യേശു ക്രിസ്തു വന്നത്. അല്ലാണ്ട് ക്രിസ്ത്യാനി മതം സ്ഥാപിച്ചിങ്ങനെ അതൊന്നിനും അല്ല. വിശുദ്ധരാക്കാൻ നമ്മളൊന്ന് നന്നായാൽ മതി. നമ്മുടെ സ്വഭാവം ഒന്ന് നന്നായാൽ മതി. അതിന് മതമൊന്നും മാറേണ്ട കാര്യമില്ലോ. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ആമേൻ. എൻ്റെ യേശു. അപ്പോൾ എനിക്കങ്ങനെ വലിയ ആഗ്രഹം കേട്ടോ. ഞാൻ എന്നും പരിശുദ്ധാത്മാവിനോട് പറയാം, എന്നെ ഒന്ന് വിശുദ്ധിയാക്കണേ, എന്നെ നിർമ്മലീകരിക്കണേ, നിൻ്റെ സ്വഭാവം ഒന്ന് നന്നാക്കണേ. കോപവും ക്രോധവും അട്ടഹാസവും പൊട്ടത്തരം കളിവാക്ക ചേർത്ത് ഇങ്ങനത്തെ ഒക്കെ വൃത്തികെട്ട ക്യാരക്ടർ മാറ്റി യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ആയിക്കോളും. നമ്മൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഈശ്വരനാക്കും. മതിയായി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്താ? സാരിയുടെ. ഈ സാരി ഒന്ന് ഇട്ടതായിരുന്നു. അന്ന് എല്ലാവരും ചോദിച്ചു, ആർക്കും കിട്ടിയില്ല. ഇപ്പം റീസ്റ്റോക്ക് വന്നേക്കണത്. നമ്മുടെ ക്രേപ്പിൽ വൈറ്റ് ബേജ് കളറിൽ ഈ ബോർഡർ. ഇത് വേണമെങ്കിൽ ഡൈ ചെയ്യാൻ പറ്റും, ചെയ്യാത്തതില്ല രസം. ഇതൊരു കളർഫുൾ തന്നെയല്ലേ, നല്ല രസം. എന്താ ഭംഗി, ഇങ്ങനെ ഒട്ടി ഒതുങ്ങിക്കിടക്കും. എത്ര? 2499 ആണ്. ബ്ലൗസ് പീസ് ഇത് യെല്ലോ. ഇതാട്ടോ ബ്ലൗസ്. ബനാറസിൻ്റെ ക്രേപ്പിലാട്ടോ. ഇത് ക്രേപ്പിലാണ്. നല്ല ഒതുങ്ങി കിടക്കും കേട്ടോ. മെറ്റീരിയൽ സിൽക്കല്ല, ക്രേപ്പാണ്. നല്ല ഒതുങ്ങി, നല്ല സുഖം. സാരിയൊക്കെ കൊടുത്ത് ഫങ്ഷനായി. ഇപ്പം ഇത് ഫാഷനുമല്ലോ. ഇനിയൊരു 2-3 വർഷം ഇതും കൊണ്ട് ഇതിൻ്റെ പല പല മോഡലുകളൊക്കെ ആയിരിക്കും. അപ്പോൾ വില ഇതേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഫങ്ഷൻ എടുക്കാം. കണ്ടാലും നല്ലതാണ്. ഭയങ്കര ഒതുക്കം. അപ്പോൾ വണ്ണം കുറവ് തോന്നണ ഒതുങ്ങിയ സാരിക്കായി പിന്നെയും ഡിമാൻഡ്. അപ്പം അടിപൊളിയാണ്. പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഫോട്ടോയും ഇതൊക്കെ ഒന്നും ഇട്ടാൽ കിട്ടൂല. ഒത്തിരി ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ ചോദിച്ചിട്ട് കിട്ടാണ്ട് വന്നത്. അപ്പം കിട്ടുമ്പം ഈ സാരി എന്നൊക്കെ പറയണത് ഇതിന് മുന്താണിയാട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ. ഇങ്ങനെ എടുത്ത് നമുക്ക് തന്നത്. നല്ല കളറാണ്. ഇവിടെ മുന്തിരി കളറ് ബ്ലൗസ് പീസ്. അതിൻ്റെ പ്ലെയിൻ വന്നിട്ട് ഇതിങ്ങനെ 2490 ഉള്ളൂ. ഭയങ്കര രസമുള്ള സാരികളാണ്. അതിൻ്റെ ഇച്ചിരി ഡിസൈൻ വ്യത്യാസേ.
ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ, ഈ വിലയ്ക്ക് നല്ലതല്ലേ. ഇതാണ് ഇതിൻ്റെ ബോഡി ഭാഗം. ഇത് ബ്ലൗസ് പീസ് അങ്ങേറ്റത്ത് കിടക്കണേ ഇങ്ങനെ. ഒരു റെഡ് അടിപൊളി കളേഴ്സാണ്, പെട്ടെന്ന് എടുത്തു അതിൻ്റെ കളർ വ്യത്യാസം. നല്ല ഡിസൈൻസാണ്. ഇത് ഇങ്ങനെയുണ്ടത്. എല്ലാം വെറൈറ്റി ഒത്തിരി ഇങ്ങനെ സാരികളുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും സാരിയുടെ വീഡിയോ ഇടുന്ന കാരണം എല്ലാവരും ഒത്തിരി സാരി എടുക്കാനും വന്നിട്ടുണ്ട്. ഇതിവിടെ പോകുന്നവരെല്ലാം കയറുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. യേശമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടോ, നല്ലൊരു സാരി. ഇത് ഉള്ളപ്പടി ഇങ്ങനെ ത്രെഡ് വർക്കിൻ്റെ സാരി, കോൺട്രാസ്റ്റ് ഇങ്ങനെ. ബ്ലൗസ് പീസും ഇത് തന്നെ കേട്ടോ. ബ്ലൗസ് പീസ് അങ്ങനെയല്ലേ, അതെ, ഭയങ്കര രസം. പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ ഉള്ള എല്ലാത്തിൻ്റെ യെല്ലോ അതിൻ്റെ പല കളറിങ്ങനെ. 1299 ഉള്ളു വില. നല്ല സാരി, യെല്ലോയും ഇതുകൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ അല്ലേ. ബ്ലൗസ് പീസ് കണ്ടോ, പ്ലെയിനിൽ ബാത്തിക് ഡിസൈൻ, ഉള്ളപ്പടി ഇങ്ങനെ. ഓരോ വെറൈറ്റി. വില ഇത്രയല്ലേ ഉള്ളൂ, അത് വെച്ച് നല്ലതാകും. പണ്ടത്തെ പോലെ സാരിക്കും ഒന്നിനും വലിയ വില കയറുന്നില്ല അല്ലേ. പണ്ടിങ്ങനെ സ്വർണത്തിനും കാഞ്ചീപുരം സാരിക്കൊക്കെ സ്വർണം മാണക്കുറ്റി പോലെ കയറണോ, പക്ഷെ ഇത് കയറണമെന്നുള്ളത്. കോഫി ബ്രൗൺ 1299 ഉള്ളൂ. അടിപൊളി സംഭവമാണ്. ഇതാട്ടോ ബ്ലൗസ്, പ്ലെയിൻ വന്നിട്ട് അരികത്ത് ബോർഡർ. 1299. പല എല്ലാ യെല്ലോയിലും പല പല കളറാട്ടോ. പെട്ടെന്ന് എടുത്തോ, നല്ല സാരി. നമ്മുടെ സാരിയുടെ വീഡിയോ അപ്പടി ഇരുന്ന് കാണുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ. അല്ല, സാരിക്കാരൊത്തിരി പേരുണ്ടല്ലോ, ഭയങ്കര. ഇന്നിപ്പോൾ വന്ന ആൾ വന്നു, സാരിയുടെ വീഡിയോ അപ്പടിയും കാണാറുണ്ട്. ഓരോരുത്തർ ചിലർ ചുരിദാറ്, ചിലർ എല്ലാം കണ്ടു. ഇനി പൂർണ്ണമായിട്ട് കാണാണ്ടിരിക്കുന്നത്. എന്നോട് ഇങ്ങനെ ഇന്നൊക്കെ ഇപ്പം എപ്പോഴും ഇവിടെ താഴെ വരുമ്പോൾ എന്നും വീഡിയോ കാണുന്ന മനുഷ്യരാണ്. യേശപ്പ, വീഡിയോ കണ്ട് കണ്ട് ഒരു കുടുംബം പോലെയായി. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. $1299 ആണ്. യെല്ലോ ബ്രൗൺ. ആഹാ, യെല്ലോയിലും ദൂരം കളേഴ്സ്. സമാധാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് ബഹളായാണ്. 1299. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്ന ഒരു വെബ്സൈറ്റിലെടുത്തു, അല്ലെങ്കിൽ ഓൺലൈനിൽ 4 പിള്ളേരുണ്ട്. വാട്സപ്പ് കോൾ വിളിക്കണേ. പിന്നെ നമുക്കിടെ എല്ലാ മാസവും അടുത്ത മാസവും ഞറക്കിടും 1000 രൂപയുടെ. അപ്പം ഇഷ്ടമുള്ള 1000 രൂപയ്ക്ക് എടുക്കാം. അപ്പം യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം. അല്ലാത്തവർ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ, ഷെയർ ചെയ്യണതിൻ്റെ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയുടെ കാര്യം പറയാൻ പറഞ്ഞു. ഇപ്പോൾ ചെറുപ്പക്കാരപ്പോൾ ഇൻസ്റ്റയിലല്ലേ. ഞാൻ എല്ലാത്തിലും ഓടിച്ചൊന്ന് കയറും, എവിടെ സമയം. ഇന്നലെ ഞായറാഴ്ച ഫുള്ളിരുന്ന മൊബൈലിൽ കുറച്ച് നേരം കുത്തിയപ്പോൾ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അപ്പടി റെസ്റ്റാകും. തീറ്റ കിടപ്പ്. എപ്പോഴും ക്ഷീണമാണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ മേക്കപ്പിന് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം എല്ലാ മനുഷ്യരും എന്നും രാവിലെ 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് ആരോഗ്യം ഉണ്ടാവും അല്ലേ. ഞാൻ താമസിച്ച് എഴുന്നേക്കണേ, അത് കാരണമായിരിക്കും ആരോഗ്യത്തിൻ്റെ കുഴപ്പം.
കുറേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കുത്തി തഴുതിയെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ അതേ ഒരു മാസമായിട്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നീർക്കെട്ട് കയറി. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബംഗാൾ കോട്ടയില്ലേ, അങ്ങനെയല്ലേ ബംഗാൾ കോട്ടയല്ലേ, അത് ഓർഗണ്ടിയാണോ? ഇത് ഓർഗണ്ടി അല്ലേ? അയ്യോ ബംഗാൾ കോട്ടയല്ലോ കണ്ടപ്പോൾ. ഓർഗണ്ടിയിൽ ദേ കാന്താവർക്ക്, ഇത് ഓർഗണ്ടിയാട്ടോ. ഞാൻ പെട്ടെന്ന് തുണി കണ്ടപ്പോൾ ദേ കാന്താവർക്ക്. ഇത് ബ്ലൗസ് പീസ് ഇങ്ങനെ ഇതിൻ്റെ പ്ലെയിനായിട്ട് ഇരിപ്പുണ്ട്. ബ്ലൗസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എത്ര പീസ് ഉണ്ട്? 4. ബ്ലൗസ് ഇല്ലെന്നാ തോന്നുന്നത് അല്ലേ? ബ്ലൗസ് ഇല്ലായിരിക്കും. അതെ, ഫോട്ടോ എടുത്തില്ല. എന്നാ വില? 1390. ഓർഗണ്ടി, പണ്ടത്തെ നമ്മൾ ഓർക്കേണ്ട ഓർഗണ്ടി. ഓ എൻ്റെ അമ്മോ, എന്തോരം കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നല്ല കളറാട്ടോ ഓർഗണ്ടിയിൽ, ലെമണല്ലോയൊക്കെ. ഓർഗണ്ടിയുടെ സ്കേർട്ട്, ഓർഗണ്ടിയുടെ സാരി. എനിക്ക് വലിയ ഇഷ്ടമാകാത്തതെന്നു വെച്ചാൽ എനിക്ക് തടിയൊക്കെ ഉള്ള കാരണം എനിക്കെല്ലാം ഒട്ടിക്കിടക്കണമൊക്കെ ആയിരുന്നു ഇഷ്ടം. കോട്ടയാകുമ്പോൾ ഒത്തിരി ഓർഗണ്ടി ക്രേസുള്ള മനുഷ്യരില്ലേ. ഓർഗണ്ടി ഒരു എന്നെ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്ക് ഓർഗൻസ പോലെയാണ്, ഒരിക്കലും പോവില്ല. അത് കാരണമാണ്. നല്ല കളേഴ്സ് അല്ലേ. 1399 ഉള്ളൂ കേട്ടോ, 1390 ഉള്ളൂ. നല്ല ഹാൻഡ് വർക്കാട്ടോ ഫുള്ള്. ഇതേ പണ്ടത്തെ ഇങ്ങനെ അമ്മമാരെല്ലാം ഇങ്ങനെ ഇതൊക്കെ കൊടുത്തല്ലേ പണ്ട് നടക്കണത്. എപ്പോഴെല്ലാം എന്ത് രസമായിരുന്നു അല്ലേ. പണ്ട് എല്ലാവരും ഇതൊക്കെ അല്ലേ കൊടുക്കണത്. ഉള്ളിലെ ഡിസൈനുകളാട്ടോ. 1399 ആണ്. അയ്യോ 1390 ആണ്. അടിപൊളിയാണ്, സൂപ്പർ സംഭവം. നല്ല കളർ ചാർട്ടും ആട്ടോ, അടിപൊളി കളർ ചാർട്ടാ. നല്ല കളറല്ലേ. ഇനി നമുക്ക് ഡിസൈനർ സാരി നോക്കാം. ഇപ്പം ഡിസൈനർ സാരിക്ക് ഭയങ്കര ഡിമാൻഡ്. എന്ത് രസമാണ് പിള്ളേർ ഹാപ്പി കസ്റ്റമറിലൊക്കെ ഇട്ടേക്കണത്. എന്താ ഡാർക്ക് കളറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്താ ഭംഗി. എത്ര? 999 ഉള്ളൂ കേട്ടോ. ഇത് 999 ഉള്ളൂ. ഫുൾ ഇങ്ങനെ. ഇതിൻ്റെ പടം ഉണ്ടെങ്കിൽ കാണിക്കാൻ പാടുള്ളൂ. 999 കാണാണ്ടിരിക്കുമോ പടം? കാണുമായിരിക്കുമല്ലോ. ഇതല്ലേ ഇതിനുള്ളത്. 999 നല്ലൊരു ഗ്രീൻ, ഐശ്വര്യമുള്ള ഗ്രീനും ബ്ലൗസ് പീസും. ഇതിങ്ങനെ പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ചാൽ പലതിനും ഇടാം. പിങ്ക് സാരിക്കൊക്കെ യൂസ് ചെയ്യാം. 999 ഉള്ളൂ. ഫങ്ഷനൊക്കെ ഇടാനും. അത് കഴിയുമ്പോൾ ഇത് റണ്ണിങ് മെറ്റീരിയലായിട്ടും നമുക്ക് ഈ സാരിയുടെ സ്റ്റഫ്, പിന്നെ ടോപ്പും ഷോളും ഒക്കെ ആക്കാം. സ്കേർട്ട്, ഹാഫ് സാരിക്കൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ടൊക്കെ ഇങ്ങനെ പല ഗുണമുണ്ട് കേട്ടോ. 2-3 ഫങ്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് ട്രിപ്പ് ഇട്ടാൽ. ഇപ്പം ഈ പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ വന്ന കാരണം അല്ലേ എപ്പോഴും ഫോട്ടോസ്. പക്ഷെ എന്ത് രസമല്ലേ, എല്ലാവരും ഇപ്പം എന്ത് ഭംഗിയായില്ലേ. ഫാമിലി ഫോട്ടോ ഇടുമ്പോഴും അല്ലാണ്ടും ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഞാൻ ഓർക്കുക എല്ലാവരും അത് കാരണം നന്നായിട്ട് ഒരു കണക്കിന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ പറ്റും. ഇതൊക്കെ അത് കാരണം പണ്ടൊക്കെ ഉള്ളവരുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഞാൻ ഓർക്കുക പാവം എൻ്റെ ചാച്ചൻ്റെ ഒന്നും ഫോട്ടോ അധികം ഇല്ല. കല്യാണത്തിൻ്റെ ആൽബം എങ്ങാണ്ടിരുന്ന് എൻ്റെ പെയിൻറ്റിങ്ങിനെടുത്ത് പുറത്തിട്ടതാണ്. അങ്ങാണ്ട് പറ്റി പോയത്. എൻ്റെ അപ്പൻ്റെ ഫോട്ടോയൊക്കെ അതുകൊണ്ട് 1-2 ഉള്ളൂ. അപ്പോൾ ഇപ്പം ആണെങ്കിൽ നമ്മളെന്തോ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും മൊബൈലിൽ. ഒക്കെ ഒരു നഷ്ടമാണ്. നമുക്കടെ തന്നെ ഫേസ്ബുക്കിൽ കിടക്കുന്ന ഫോട്ടോ 8 വർഷം കഴിയുമ്പോഴെന്നൊക്കെ പറഞ്ഞെങ്കിൽ അടിച്ചു വരുമ്പോൾ എന്ത് രസമല്ലേ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. 8 വർഷം മുമ്പുള്ള ഫോട്ടോസും ഫേസ്ബുക്ക്, അതൊക്കെ എന്ത് അനുഗ്രഹം അല്ലേ. അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹമുണ്ട് കേട്ടോ. കുഴപ്പമുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ കയറിയ സമയം പോണേ അറിയില്ല. സമയം തക്കത്തി വിനിയോഗിക്കണം. വർത്താനത്തിൽ കേട്ടോണ്ടിരിക്കില്ല കേട്ടോ. ഇത് വീഡിയോ ഒന്ന് കണ്ടോട്ടോ. അല്ല കളറിട്ട് കണ്ടോട്ടോ. വയലറ്റ് ഇത് കണ്ടോ, ലൈലാക്കും. നല്ല ബ്ലൗസും നല്ല കോമ്പിനേഷനും
നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്തേ. എന്നിട്ട് അവസാനം നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ബെസ്റ്റ് സെലക്ഷൻ വരും. അല്ലെങ്കിൽ ഇങ്ങനെ അറിയാണ്ടേ ഇങ്ങനെ ആദ്യം കണ്ടത് മറന്നു പോകും. അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. 999 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി അനുഗ്രഹമുണ്ട്. മൊബൈലില്ലെങ്കിൽ നമുക്കിപ്പം ജീവിക്കാൻ പറ്റുമോ? മൊബൈൽ കടയിൽ മറന്നു വെച്ചിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് പിന്നെ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് കട തുറന്ന് എടുത്തുകൊണ്ട് പോയി. മൊബൈലും കണ്ണടയും ഇപ്പം എനിക്ക് അർജൻറ്റാണ്. ആൾക്കാരെ കയ്യിലുണ്ടോ? ഇത് രണ്ടുമില്ലാണ്ട് വല്ലയിടത്ത് പോയാൽ ആൾക്കാർ പേടിച്ചു പോകും. ഫോൺ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ പേടിച്ചു പോകില്ലേ? അതേ മജന്ത ശരിക്കാൻ പറ്റൂല. ബ്ലാക്ക് എല്ലാം സൂപ്പറാണേ. ഇതിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ഈ ബ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലൗസ് ബ്ലാക്ക് പ്ലെയിൻ ഉണ്ടെങ്കിൽ ബ്ലൗസ് അതിട്ട് ഇടാം. ഏതാ ഈ കുബേരൻ സാരി പിന്നെയും ഫാഷനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പേര് തന്നെ ശ്രദ്ധിക്കും, കുബേരൻ. നല്ല കളേഴ്സ് വന്നിട്ടുണ്ട്. $999 അല്ലേ? $999 കേട്ടോ. എന്ത് രസമുള്ള പേസ്റ്റ് കളറാ. ഇപ്പോൾ ഈ ഫങ്ഷനുകൾ നടക്കുമല്ലേ, ഈ സൈസ് സാരിയും കാഞ്ചീപുരവും എല്ലാം ഒരേ ലുക്ക്. ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സെയിം ലുക്ക് എന്ന് ഓർത്തുകൊണ്ട് കാഞ്ചീപുരം മേടിക്കേണ്ട സമയത്ത് കാഞ്ചീപുരം മേടിക്കണം. ഞാൻ ഈ വിലയും ഗ്ലാമറും പറഞ്ഞ കേട്ടോ. 999. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരുങ്ങിയ കൊച്ചൊക്കെ 50 പവൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് കാണുമ്പോൾ മോളോട് ചോദിക്കും, ഇത് സ്വർണ്ണമാണോ മോളെ? ഇത് സ്വർണ്ണമാണ്. എല്ലാം സ്വർണ്ണവും അല്ലാത്ത. അപ്പോൾ ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല. എന്നാലും നമ്മൾ സ്വർണ്ണം ഇപ്പോൾ ഒരു അസറ്റായിട്ടല്ലേ കരുതണേ. ഇപ്പോൾ വരവൊക്കെ മേടിച്ചാൽ 2 പ്രാവശ്യം ഇട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടും. സ്വർണ്ണമാണെങ്കിലോ ഒരു കുഞ്ഞ് 500 രൂപയുടെ ഒരു കുഞ്ഞ് മോതിരം മേടിച്ചാൽ പോലും അതേതാണ്ട് വലിയ നിധിയായിട്ട് കരുതും. അതാണ് അതിൻ്റെ ഗുണം. എന്താണ് ഭംഗി. 999 ഉള്ളു. പെട്ടെന്ന് എടുത്ത് ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട്. 999 വിലയുള്ളൂ എന്ന് ഓർക്കണം. ഇപ്പം പിന്നെയും ഭയങ്കര ഡിമാൻഡിൽ കയറി വന്നു. നല്ല കളർ ചാർട്ടും. 999 ഉള്ളൂ കേട്ടോ. ഈ വിലയ്ക്ക് ഇത് സൂപ്പറല്ലേ? അടിപൊളി അടിപൊളി സംഭവങ്ങൾ. $999 ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് കാണിച്ചാർന്നേ. സോറി, എന്ത് പെട്ടെന്ന് മറിച്ച് പോവേ. ബ്ലൗസ് ഒക്കെ ഏതാ? ഇതേപോലെ തന്നെ ടിഷ്യൂവിൻ്റെയാ. ഇതാ ബ്ലൗസും സെയിം തന്നെയാണോ? ഇതായിരിക്കും ബ്ലൗസ് അല്ലേ? എല്ലാത്തിനും സെയിം പോലെ തന്നെയാണ്. ഒരു ബും ലുക്കും ഇരിക്കും. വേണമെങ്കിൽ കയ്യാലൊക്കെ വേണമെങ്കിൽ കട്ട് ബീഡും കൊണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ള ഒരു വർക്കൊക്കെ ചെയ്യിച്ചാൽ അടിപൊളി അടിപൊളി. എനിക്കറിയാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു കസിൻ്റെയൊക്കെ കല്യാണം വന്നിട്ടുണ്ട്. ഇനിയിപ്പം വെറൈറ്റി എന്തെടുക്കും എല്ലാത്തിനും. ഇതൊരു കോൺട്രാസ്റ്റ് സാരി ആട്ടോ. സ്റ്റഫ് ബഗൽപൂരി അല്ല കേട്ടോ. ഒരു നല്ല സോഫ്റ്റ് സിൽക്ക് ടെസറിൻ്റെ കൂട്ട് സെമി ടെസർ സാരിയാണ്. നടുക്ക് മാത്രം ഇങ്ങനെ വർക്ക്. 2 വശം ഒരു വര പോലെ ഒരു ഇതുണ്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ്. ബ്ലൗസിലും ബ്ലൗസും ഇങ്ങനെ. എത്ര? 1099 ഉള്ളൂ. ഇപ്പം എല്ലാം ഉള്ളിൽ എന്തെങ്കിലും ഇങ്ങനെ സെൽഫ് ഇങ്ങനെ വർക്കുള്ള സാരിക്ക് നമുക്ക് ഡിമാൻഡ്.
ഉള്ളിൽ വർക്കുണ്ടെങ്കിൽ സാരി ഒരു കണ്ടാലും ഒരു ഉടുത്താലും ഒക്കെ ലുക്ക് വരും. ഇത് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ നോക്കിയത് കണ്ടോ. ഇതായിരിക്കും കേട്ടോ ബ്ലൗസ് പീസ്. ഇത് കണ്ടോ, ഇതാ ബ്ലൗസ്. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു വിലയൊക്കെ തോന്നിക്കണല്ലേ, ഒരു വെറൈറ്റി തോന്നിക്കണല്ലേ. ആകെ 1099 ഉള്ളൂ. ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഇത് ഒരു വെറൈറ്റിയാണ്. എന്നും നിങ്ങൾക്ക് ഓണസദ്യയല്ലേ കാണിക്കണത് കണ്ടോ. പെട്ടെന്ന് എടുക്കാം, എന്നാലാണ് അടുത്ത പുതിയത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോടിരിക്കണം. 1099. ഇതാട്ടോ ബ്ലൗസ് പീസ്. അടിപൊളി സംഭവങ്ങളാണ്. ഇത്തിരി കളറുണ്ടോ? ഓഹോ, ഇതൊക്കെ എന്തോ ഒരു കളേഴ്സാ. ഇതാണ് ബുദ്ധിയും ബോധം എന്നൊക്കെ പറഞ്ഞ 4 കളർ കാണിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പം ഇത്രയും കളേഴ്സ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരു പാറ്റേൺ സാരി തന്നെ എന്തോരം കളേഴ്സാണ്. കാരണം നമുക്കിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കളർ ചൂസ് ചെയ്യാമല്ലോ. 4 കളറുള്ളപ്പോൾ ഈ കളർ എനിക്ക് 4 കളറും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിലിപ്പോൾ ഏതെങ്കിലും കളർ കിട്ടില്ലേ. കുഞ്ഞൂനും എനിക്ക് ഭയങ്കര നീർക്കട്ടെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോയിട്ടോ, ഇനി വരാണ്ടിരിക്കട്ടെ. അപ്പോൾ കുഞ്ഞൂനും ഒക്കെ അതെ, ഉണ്ണിക്കുട്ടനും നല്ല പിന്നെ പൗലോ കുഞ്ഞിനെയും കൊണ്ട് വന്നു. എല്ലാവരും ഭയങ്കര മഴയും കാലാവസ്ഥയൊക്കെയാണോ, കൊറോണയൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് പറയണേ. വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു കൊച്ചിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ. പക്ഷെ എല്ലായിടത്തും നിങ്ങളെ ശ്രദ്ധിക്കണം. കൊച്ചുങ്ങളെ ഒന്നും കാണുമ്പോൾ എടുക്കണ്ട. ഞാൻ ഇന്നലെ പൗലോ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് നോട്ടെ, എനിക്ക് മാറി. നക്ഷത്രം എണ്ണി പോയി നോക്കട്ടെ വന്നിട്ട് മാറാൻ. ആയുർവേദവും ഇംഗ്ലീഷും ഒരു ഡോക്ടറെ കാണും മാറില്ല, പിറ്റേ ദിവസം അടുത്ത ഡോക്ടറെ കാണും. അങ്ങനെ പെട്ടെന്ന് മാവും. അടിപൊളിയാട്ടോ. 1099 ഉള്ളൂ എന്ന് നോക്കണേ. ഇടയ്ക്കൊക്കെ ഇച്ചിരി ചുക്കുവെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ഇത് നല്ല കളേഴ്സ് അല്ലേ. ചിലതിൻ്റെയൊക്കെ ബോർഡറിന് വ്യത്യാസമുണ്ട് അല്ലേ. 2 കെട്ട് ഒന്നിച്ച് കൂട്ടി വെച്ചതല്ലാണോ? ചിലതിൻ്റെ ബോർഡറിന് വ്യത്യാസം ഉണ്ടല്ലോ മുന്താനും. അതെയോ? 1099. പണ്ട് കോളേജിൽ പോകുമ്പോൾ രാവിലെ ഇങ്ങനെ കോളേജിലൊക്കെ ഇങ്ങനെയൊക്കെ സാരി ഇങ്ങനെയൊക്കെ ഇട്ട് ബ്ലൗസ് കൊടുത്ത് പട്ടത്തിപ്പൂവും മുല്ലപ്പൂടെ മിക്സ് ചെയ്ത് ഓർക്കണില്ലേ? ഒക്കെ ആണെങ്കിൽ എല്ലാവരും കക്കാന്ന് ചിരിക്കൂലേ. കല്യാണത്തിന് പോലും മുല്ലപ്പൂ വയ്ക്കൂലാത്ത കാലമാണ്. ദേ ലിനൻ സാരി വന്നിട്ടുണ്ടേ. ഇപ്പം ലിനൻ സാരിക്ക് ഭയങ്കര എന്നാ ചൂടാ. മഴ പെയ്തു, എന്നാലും ഭൂമി തണുക്ക് നല്ലൊരു മഴ പെയ്തു അല്ലേ. ഇത് കണ്ടോ അടിപൊളി. ഇതിങ്ങനെ വെക്കുമ്പോഴേ കൂളിങ് ആട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് പ്ലെയിൻ ഇതിങ്ങനെ ബോർഡർ 1299. ലിനൻ സാരിക്ക് എന്ന് പറഞ്ഞാൽ കൂളിങ്ങും ഉണ്ട്, എല്ലാവർക്കും ഉടുക്കാനും ഒക്കെ. നമുക്ക് എന്നായാലും പെട്ടെന്ന് വിറ്റുപോണ സംഭവമാണ്. ഉടുക്കാനും നല്ല സുഖമാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്ത് സുഖമാക്കുമ്പോൾ ബ്ലാക്ക് ആയാൽ പോലും കൂളിങ്. ലിനൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോട്ടൺ തന്നെയാട്ടെ ഈ ലിനൻ എന്ന് പറയണത്. കോട്ടൻ്റെ കുടുംബത്തിലെ ഈ കൂടിയ ഐറ്റാ ലിനൻ എന്നൊക്കെ പറഞ്ഞ. കോട്ടയൊക്കെ കോട്ടൻ്റെ കുടുംബത്തിലാണ്. 1299. സൂപ്പർ സം 1299. അടിപൊളി സംഭവങ്ങളാണ്. കുറേ ഉണ്ട് ഇതിലുണ്ട്. പെട്ടെന്ന് എടുത്തു. എല്ലാം പ്ലെയിൻ വന്നിട്ട് അരികത്തെ ബോർഡറാണ്. ഇനി ഇൻഡിഗോ ബ്ലൂവിൻ്റെ ഉണ്ട്.
ഞങ്ങളുടെ ഇവിടെ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞോ? പക്ഷെ കല്യാണങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ. അടുത്ത ഞായറാഴ്ചയൊക്കെ എത്ര കല്യാണം, 2 കല്യാണം വിളിച്ചിട്ടുണ്ട്. 2ഉം പോകേണ്ട കല്യാണം. അതാണിപ്പോൾ പ്രശ്നം. എങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ 2ഉം വൈകിട്ട്. ഈ ഉച്ചകഴിഞ്ഞ് കല്യാണം നടത്തിയാൽ ഭയങ്കര കഷ്ടപ്പാടല്ലേ നമുക്ക് പോയിട്ട് തിരിച്ചു വരാനും അതും ഇതും ഒക്കെ. മറ്റേ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നൊന്ന് കിടന്ന് ഉറങ്ങാനും. വൈകിട്ട് 2 കല്യാണം, ഗോൾഡൻ കളർ. ഒരെണ്ണത്തിൻ്റെ മേക്കപ്പ് നമുക്കാണ്. ഇതാട്ടോ ബ്ലൗസ് പീസ്. നല്ല സംഭവമാണ്, നല്ല കളേഴ്സാണ്. ബ്രൗൺ ലിനൻ കാണുമ്പോൾ ഒരു ബും ലുക്കൊന്നുമില്ല, പക്ഷെ ഉടുത്തോണ്ട് വരുമ്പോൾ അതിൻ്റേതായ ഇപ്പോൾ ഒരു 100 രൂപയുടെ കോട്ടൺ സാരി ഉടുത്താൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. 100 രൂപയുടെ പോളിസ്റ്റർ സാരി ആയാലോ അതുപോലെയാണ് കോട്ടണ്. അതിൻ്റെ ഒരു ലുക്കുണ്ട്. 100 രൂപയുടെ കോട്ടൺ സാരി ഉടുത്താലും നിങ്ങൾ നമ്മുടെ രത്തൻ്റെ ഹത്തയുടെ എപ്പോഴും എനിക്കിങ്ങനെ ഞാൻ ഷെയർ ചെയ്തിങ്ങനെ ഇപ്പോഴും എനിക്ക് വരും കേട്ടോ ലൈക്ക് അടിക്കണ കാരണം. അയ്യോ അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ആൾ ചുമ്മാ നമ്മുടെ ഞാൻ കോട്ടൺ സാരി കാണിക്കാം കേട്ടോ. ഒരു കോട്ടൺ സാരി ചുമ്മാ എടുത്തിരിക്കണം. രത്തൻ്റെ ആറ്റ ആരാല്ലേ, അവരുടെ വല്ല റിലേറ്റീവ് ആയിരിക്കും. ക്ലോസ് അടുത്തിങ്ങനെ അല്ല പെങ്ങളോ അങ്ങനെ വല്ല ആയിരിക്കും. അപ്പോൾ ആ കോട്ടൺ സാരിക്ക് അതിൻ്റേതായ അവരൊക്കെ കംഫോർട്ടൊക്കെ നോക്കി സാരി കൊടുത്ത് ബ്ലൗസ് തന്നെ പോലും. അതിൻ്റെ ബ്ലൗസും പ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് മെറൂണാട്ടോ. കോട്ടൺ സാരിയാണ് കാണിക്കണം. അതൊരു കാണിച്ചിട്ട് സമയത്രേ 26. ഈ ഒരു സാരി റീസ്റ്റോക്ക് വന്നേക്കണയാണ്. ബ്ലൗസ് പീസ് ഉണ്ടോ? ഇല്ല അല്ലേ. വൈറ്റ് ബ്ലൗസ് കൊടുത്താൽ മതി. 399 അല്ലേ? 399 ഉള്ളൂ. ബോട്ടിൽ ഗ്രീൻ നല്ല സാരികളാണ്. പ്ലെയിൻ ബ്ലൗസ്. ഇത് അപ്പടിയും കൊണ്ടുവന്നിട്ട് പോയായിരുന്നു കേട്ടോ. നല്ല പേസ്റ്റ് ചാട്ടുകളാണ്. നമുക്ക് ഷോളാക്കാം, ഒന്ന് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാം. വില ഇത്രയല്ലേ ഉള്ളൂ. ഒരു പീസ് പോലും താഴെ കൊടുക്കാൻ പോലും ഇല്ല. 399 ഉള്ളൂ. അടിപൊളി സംഭവം, അടിപൊളി. ഈ വിലയ്ക്ക് നല്ല വേസ്റ്റ് കളേഴ്സ്. ബ്ലൗസ് ഇറക്കിയിട്ടാൽ മതി. നെല്ലൊക്കെ അടിക്കും കേട്ടോ. ഒരു കോട്ട പോലെയാണ്, ഓർഗൻസ പോലെയാണ്. നെല്ലടിക്കും, പക്ഷെ ഇങ്ങനെ പിൻ ചെയ്താൽ കുഴപ്പമില്ല. നെല്ലൊക്കെ അടിക്കണ സംഭവം, പക്ഷേ ഈ സംഭവം നല്ലതാണ്. 399. അടിപൊളി സംഭവം. ഫോണിൽ അവിടെ ഇരുന്ന് വർത്താനം പറയല്ലോ, ഫോണിലുള്ളവർ കേൾക്കും. കോട്ടൺ സാരി 699. നല്ല കോട്ടൺ, ഒരു ബോർഡർ അങ്ങനെ ഒന്നുമില്ല. പ്യുവർ കോട്ടൺ കേട്ടോ. ബ്ലൗസ് പീസ് ഇത് നല്ല കോമ്പിനേഷൻ അല്ലേ. 699. അടിപൊളി സംഭവം. ഫാഷനും പോവില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്ന പുത്തൻ സാരികൾ. അടിപൊളി ഗ്രാൻഡ് സംഭവം. ബോർഡറൊന്നുമില്ല. ഇതാ ബ്ലൗസ് പീസും. 699 ഉള്ളൂ. നല്ല സാരിയാട്ടോ. 699 രൂപയുള്ളൂ. അടിപൊളി കളേഴ്സ്, എല്ലാം നല്ല കളേഴ്സാട്ടോ. 699. അപ്പോൾ 30 മിനിറ്റ് ആകാറായില്ലേ? അപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞില്ലേ? അപ്പോൾ ഇട്ടിട്ട് പടക്ക് ഇങ്ങനെ ഇന്ന് ഒത്തിരി സഹായിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.